ഗുരുവായൂർ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളിൽ ഒന്നായ മഞ്ചാടിക്കുരു വാരിയിടുന്നതിന് പിന്നിൽ ഭക്തിസാന്ദ്രമായ ഒരു ഐതിഹ്യമുണ്ട്. അത് ഭക്തയായൊരു വ്രതയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആകതിങ്ങനെയാണ് മഞ്ചാടിക്കുരുവിന്റെ ഐതിഹ്യം. പണ്ട് അത്യപൂർവമായ ഭക്തിയുള്ള ഒരു ദരിദ്രയായ വ്രതയുണ്ടായിരുന്നു. ഗുരുവായൂരപ്പനെ ദർശിക്കാൻ അവൾക്ക് വലിയ ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും ഭഗവാന് സമർപ്പിക്കാൻ അവളുടെ കയ്യിൽ പണമോ വിലപിടിപ്പുള്ള മറ്റെന്തെങ്കിലുമോ ഉണ്ടായിരുന്നില്ല. ഒടുവിൽ തന്റെ വീട്ടുപറമ്പിൽ നിന്നും ശേഖരിച്ച തിളങ്ങുന്ന ഭംഗിയുള്ള കുറെ മഞ്ചാടിക്കുരുക്കളുമായി അവൾ ഗുരുവായൂരിലേക്ക് നടന്നു. അവൾ ക്ഷേത്രത്തിൽ എത്തിയ ദിവസം സാമൂതിരി രാജാവ് ഭഗവാന് സ്വർണ്ണ നാണയങ്ങൾ കിഴി സമർപ്പിക്കുന്ന വലിയൊരു ചടങ്ങുണ്ടായിരുന്നു. രാജാവിന്റെയും അകമ്പടിക്കാരുടെയും തിരക്കിൽപ്പെട്ട് പാവപ്പെട്ട ഈ വൃദ്ധ ഒരു വശത്തേക്ക് തള്ളപ്പെട്ടു. അവളുടെ കയ്യിലിരുന്ന മഞ്ചാടിക്കുരുക്കൾ നിലത്തു ചിതറിപ്പോയി. തന്റെ പ്രിയപ്പെട്ട ഭഗവാന് നൽകാൻ കൊണ്ടുവന്ന മഞ്ചാടിക്കുരുക്കൾ നഷ്ടപ്പെട്ടതോർത്ത് ആ വൃദ്ധ കരയാൻ തുടങ്ങി. എന്നാൽ പെട്ടെന്ന് കാറ്റും കൊടുങ്കാറ്റും പോലെ ഒരു പ്രതിഭാസമുണ്ടാവുകയും ക്ഷേത്രത്തിലുണ്ടായിരുന്ന ആനകൾ പരിഭ്രാന്തരായി ഓടാൻ തുടങ്ങുകയും ചെയ്തു. സ്വർണ്ണക്കിഴി സമർപ്പിച്ചതിന്റെ അഹങ്കാരത്തിലായിരുന്ന രാജാവിനും കൂട്ടർക്കും എന്തുചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയായി. അപ്പോൾ ക്ഷേത്രത്തിൽ ഒരു അശരീരി ദൈവിക ശബ്ദം കേട്ടു. നിങ്ങളുടെ സ്വർണ്ണ നാണയങ്ങളെക്കാൾ എനിക്ക് പ്രിയപ്പെട്ടത് എന്റെ ഭക്ത കൊണ്ടുവന്ന മഞ്ചാടിക്കുരുക്കളാണ്. തന്റെ തെറ്റ് മനസ്സിലാക്കിയ രാജാവ് വൃതയോട് ക്ഷമ ചോദിക്കുകയും നിലത്തു വീണ മഞ്ചാടിക്കുരുക്കൾ ഭക്ത്യാദരപൂർവ്വം പെറുക്കിയെടുത്ത് ഭഗവാന് സമർപ്പിക്കുകയും ചെയ്തു. പെട്ടെന്ന് തന്നെ ക്ഷേത്രത്തിലെ അന്തരീക്ഷം ശാന്തമായി. മഞ്ചാടി വഴിപാടിന്റെ പ്രാധാന്യം. ഈ സംഭവത്തിന്റെ ഓർമ്മക്കായാണ് ഇന്നും ഗുരുവായൂർ നടപ്പന്തലിൽ വലിയൊരു ചെമ്പുപാത്രത്തിൽ മഞ്ചാടിക്കുരു സൂക്ഷിച്ചിരിക്കുന്നത്. കുട്ടികളുടെ കുറുമ്പ് മാറാൻ, കുട്ടികളിലെ വാശിയും കുറുമ്പും മാറി അനുസരണയുള്ളവരാകാൻ മാതാപിതാക്കൾ കുട്ടികളെക്കൊണ്ട് ഇവിടെ മഞ്ചാടി വാരിയിടിക്കാറുണ്ട്. ബുദ്ധിയും ആയുസ്സും വർദ്ധിക്കാൻ, ഭഗവാന്റെ അനുഗ്രഹത്താൽ കുട്ടികൾക്ക് നല്ല ബുദ്ധിയും ആയുരാരോഗ്യ സൗഖ്യവും ലഭിക്കുമെന്നാണ് വിശ്വാസം. അഹംഭാവം ഇല്ലാതാക്കാൻ, ഭഗവാന് മുന്നിൽ ധനത്തിനല്ല നിർമ്മലമായ ഭക്തിക്കാണ് സ്ഥാനമെന്ന് ഈ വഴിപാട് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. കൃഷ്ണ ഗുരുവായൂരപ്പ.